നമസ്കാരം. താരസംഘടന അമ്മയുടെ വാർത്ത തന്നെയാണ്. താരസംഘടന അമ്മയുടെ നല്ലൊരു പ്രവൃത്തി ഇന്ന് താരസംഘടന അമ്മയുടെ ഓഫീസിൽ നടക്കുകയുണ്ടായിരുന്നു. ഒരു ജീവകാരുണ്യ പ്രവർത്തനം. ഇതിൻ്റെ ഭാഗമായി കേൾവിശക്തി ഇല്ലാത്ത 5 നിർധരരായ കുട്ടികൾക്ക് ശ്രവണ സഹായങ്ങൾ നൽകിയാണ് ഇന്ന് പരിപാടിക്ക് തുടക്കമായത്. നസീം ആദ്യമായിട്ടാണ് ശബ്ദം കേട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ചെവി ഇങ്ങനെ പൊത്തുന്നത്. നമ്മൾ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട്. അപ്പോഴും മുതൽ ചെവി പൊത്താൻ തുടങ്ങിയതാണ് ആള്. ലോഗോസ് സ്പീച്ചിങ് ആൻഡ് ഹിയറിംഗ് സെന്ററുമായി സഹകരിച്ചാണ് ധ്വനി എന്ന അമ്മയുടെ സ്നേഹസ്പർശം ചടങ്ങ് നടന്നത്. ഇതിൽ നിർധരായ 5 കുടുംബങ്ങളിൽ നിന്നുമാണ് കുട്ടികളെ തിരഞ്ഞെടുത്തത്. പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 കുട്ടികൾക്കായി ശ്രവണ സഹായം നൽകുന്നത്. സന്നദ്ധ പ്രവർത്തകൻ സുധീഷ് മുഖേനയായിരുന്നു നിർധരരായ 5 കുട്ടികളെ കണ്ടെത്തിയത്. ഇതൊരു നല്ല ആശയമായിരുന്നു. ഈ ആശയം മുന്നോട്ട് വെച്ചത് അൻസിബയായിരുന്നു. കഴിഞ്ഞ മീറ്റിങ്ങിൽ ഈ ആശയം മുന്നോട്ട് വയ്ക്കുകയും എല്ലാവരും ഒന്നടങ്കം അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എല്ലാ അംഗങ്ങളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു പ്രവർത്തനം നടത്താനും കഴിഞ്ഞത്. ഈ ചടങ്ങിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ജയൻ ചേർത്ത സ്വാഗതം പറഞ്ഞു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിച്ചത് അമ്മയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോനാണ്. ആശംസകൾ അർപ്പിച്ചത് ഉണ്ണി ശിബുപാലും ലക്ഷ്മിപ്രിയമായിരുന്നു. ഈ പരിപാടിക്ക് നന്ദി അൻസിബയായിരുന്നു. കൊച്ചിയിലുണ്ടായിരുന്ന വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന സഹപ്രവർത്തകരും ഈ പരിപാടിയിൽ ഭാഗവാക്കായി. നമുക്കൊരു ചെറിയ ചാരിറ്റി രൂപേണ നമുക്കൊരു ഇത്ര ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം നമുക്ക് വന്നു. നമുക്ക് എന്തായാലും ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് ചാരിറ്റി ചെയ്തേ പറ്റൂ. ഇപ്പോൾ ജയേട്ടൻ പറഞ്ഞ പോലെ ഇതിന് മുമ്പേ നമ്മൾ വീടുകൾ ഉണ്ടാക്കി കൊടുത്ത അമ്മ വീട്, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് രീതിയിൽ നമ്മൾ ചാരിറ്റി ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് മാറ്റി പിടിക്കാൻ നോക്കുകയാണ്. ബിക്കോസ് ഈ 17 മെമ്പേഴ്സും ഓരോ ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ നമ്മുടെ ഈസി മീറ്റിംഗ് ആക്ച്വലി ലൈവായി കാണണം. നല്ല മീറ്റിംഗ് ആണ്, നല്ല നല്ല ആശയങ്ങളുണ്ട്. അമ്മമാർ ചെയ്യുന്ന നന്മയാണ് ഇപ്പോൾ നടന്നു വരുന്ന പരിപാടി. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട്. പുതിയ ഭരണസമിതി പുതിയ ആശയങ്ങളിലൂടെ അത് മാറ്റിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അൻസിബയുടെ ആശയമായിരുന്നുവെന്നും കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് ഈ ഉപകരണം നൽകുക എന്നത് ശ്വേതാ മേനോൻ അധ്യക്ഷ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി. എന്തായാലും അൻസിബയുടെ ഈ ഒരു ആശയം നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ താങ്ക് യു സോ മച്ച് അൻസിബ ഫോർ ബ്രിങ്ങിങ് ദിസ് ബ്യൂട്ടിഫുൾ മൊമെന്റ്. എന്തായാലും നല്ലൊരു പ്രവൃത്തിയാണ് താരസംഘടന അമ്മ ഇന്ന് തുടക്കം കുറിച്ചത്. ഇനി കൂടുതൽ ആശയങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാൻ തന്നെയാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അമ്മയുടെ പുതിയ ഭരണസമിതി ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പൊതുപരിപാടിയായി തന്നെയാണ് നമ്മളിത് കാണുന്നത്. എന്തായാലും അമ്മയുടെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം താരസംഘടന അമ്മയിലെ മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് ഇന്നലെ സമാപിച്ചു. ഇന്നലെ 3 പേരാണ് തെളിവെടുപ്പിന് വന്നത്. ഉഷയും പ്രിയങ്കയും ലക്ഷ്മിപ്രിയയുമായിരുന്നു. ഇന്നലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും താരസംഘടനയുടെ പ്രവർത്തനം നല്ല രീതിയിൽ മികച്ചതായി മുന്നോട്ട് പോകട്ടെ. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ താരസംഘടന അമ്മയ്ക്ക് കഴിയട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസ നേരുന്നു. ഒരു ചെറിയ കാര്യം പറയട്ടെ. ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിൻ്റെ പവർ.